ആര്യ ചേച്ചി ഓ കുറച്ച് ദിവസമായില്ലേ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ ഒരു ത്വര വരുന്നില്ലേ പാട്ട് കേൾക്കാൻ? അങ്ങനെ ത്വരക്കുള്ള ഒരു ബെസ്റ്റ് ഐഡിയ ആണ്. നമുക്കൊരു സലിൽദ സോങ് കേട്ടാലോ? കുറച്ച് സമാധാനായിട്ട് ശാന്തമായിട്ട് റെഡി. സലിൽദ സോങ് പാടാനായിട്ട് തീരെ ശാന്തമല്ലാത്ത ഒരാളെത്താൻ പോവാണ് നമ്മുടെ ജ്വൽ കുട്ടൻ. ലെറ്റ്സ് വെൽക്കം ജ്വൽ മെരി റെജി ഓൺ സ്റ്റേജ്. ഇത് മൊത്തത്തിൽ ഹായ് ജ്വൽ ചേച്ചി. സുഖമാ സൗഖ്യമാ സുഖമാ? തമിഴൊന്നും മനസ്സിലാവില്ല. അല്ലല്ല, അവർക്ക് സ്പാനിഷ് ഫ്രഞ്ച് ഒക്കെ അറിയുള്ളൂ, തമിഴൊന്നും അറിയില്ല നമുക്ക്. അയ്യോ, ഇന്ന് വേറെ ഏതെങ്കിലും ഭാഷ പഠിച്ചോ? ഇല്ല, ഇന്ന് പഠിച്ചില്ല. പക്ഷെ ഞാനൊരു സ്പെഷ്യൽ സാധനമായിട്ട് വന്നിട്ടുണ്ട്. എന്താ? ഈ സിനിമ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ എല്ലാവർക്കും കുറെ പുതിയ സ്റ്റൈലിഷ് നാടൻ പേരുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഐശ്വര്യമായി MJ സാർ തുടങ്ങിക്കോളൂ. ഇല്ല, ആദ്യം ഞാന് പേരുകൾ പറയും. ഇഷ്ടമുള്ള എടുത്തോ. ഞാൻ മാര, മല്ലൻ, പേണ്ടി, ചുണ്ടലി, കപ്പൽ നാണു, ചാത്തൻ. കപ്പൽ നാണോ? കപ്പൽ നാണു അത് ചാത്തൻ. മൈ സജഷൻസ് ഞാൻ പറയാം. മധുവങ്കള്, ചുണ്ടലി. അക്സെപ്റ്റ് ചെയ്തേക്കാം. പിന്നെ വേറൊരെണ്ണം ഉണ്ട്, കുറുമാട്ടി. എന്താ എനിക്ക് ചുണ്ടലി സെലക്ട് ചെയ്യാൻ കാരണം? ചുണ്ടലി ആയോണ്ട്. എന്നെ കണ്ടിട്ട് ചുണ്ടലിയായിട്ടാ തോന്നണേ. നമ്മളീ ചുന്ദരി എന്ന് പറയത്തില്ലേ, അത് അതിന്റെ പോലെ ചുണ്ടലി. പക്ഷെ അതൊരു ഇങ്ങനെ എന്തോ ടെസ്റ്റ് ആയിട്ട് പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നത്. അനി എന്റെ പേരെന്താ? കുറുമാട്ടി ആര് ചേച്ചി? ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഇനി MJ പേര് എന്റെ പേരെന്താണെന്ന്? എന്തുവാ? കപ്പൽ നാണോ? അല്ല, ചാത്തനോ? മൂന്ന് പേർക്ക് സന്തോഷമായി. മീനൂട്ടന്റെ പേരും കൂടെ പറഞ്ഞു. ഞാൻ ഇത് തന്നെയാ പേര്, നിങ്ങൾ മാത്രമാണ് കളിക്കാത്തുള്ളൂ. അത് ചാത്തനൊരു വലിയ സംഭവല്ലേ? ലോക എന്നുള്ള മൂവിയിൽ ചാത്തനൊരു വലിയ ഭയങ്കര സംഭവം. അതെ, അതുകൊണ്ട് ഭ്രമയുഗത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് ഭ്രമയുഗത്തിലെ ചാത്തനായിട്ടാ തോന്നുന്നത്. കേറി പിടിച്ചു സാർ. ഞാൻ അപ്പോഴേ കേറി പിടിച്ചു. ചുണ്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ പേരും എന്തായാലും കൊള്ളാം. എനിക്ക് ഇതുപോലെ കുറച്ച് പഴയ പേരുകൾ അറിയായിരുന്നു. അമ്പു, കണാരൻ, ചന്തു, കുമാരൻ, കണ്ണൻ, പാച്ചൻ, കടുങ്കോൻ, ചീരൻ, ജാനു, മാധവി, മീനാച്ചി. എന്തിനാ പഠിച്ചെന്നറിയില്ല, എനിക്കറിയില്ല. എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. വഴിന്ന് വേറൊരാളെയും കൂടെ കൂട്ടിയല്ലോ, അച്ഛനും കൂടെ കൂട്ടിയിട്ടില്ലേ? വെൽക്കം. അച്ഛനെന്താ പേര്? അച്ഛനും ഞാനും ഒരു ടീം ആയോണ്ട് ശരിക്കും ഞാൻ പേരിട്ടിട്ടില്ല. സൗദിയിൽ എന്താണ് വിശേഷം? സൗദിയിൽ ഇപ്പൊ കുഴപ്പമില്ല, നല്ല ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇന്നലെ എത്തിയത്. സമാധാനം പുലരട്ടെ. തീർച്ചയായിട്ടും. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. സിനിമ നെല്ല് 1974. പാടിയത് നമ്മുടെ സ്വന്തം ലതാജി മലയാളത്തിൽ പാടിയിട്ടുള്ള ആകെ ഒരു പാട്ടാണ്. കദളി, കൺകദളി, ചെങ്കദളി, പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ, പൂക്കാര. അപ്പൊ അസലായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ചുണ്ടലി പേര് എന്നിട്ട് ഇങ്ങനൊക്കെ എന്നെ വിളിക്കാമോ? ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ, പൂക്കാര. കദളി, കൺകദളി, ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ, പൂക്കാര. ജില ജില ജില
തെയ്യാറെ തെയ്യാറെ താരേ കദളി കദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പൂവേണോ പൂക്കാര തെയ്യാറെ താരേ കദളി കദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പൂവേണോ പൂക്കാര മുളയ്ക്കും കുളിർമുഖക്കുരു മുത്തുകൾ പോലെ മുളമ്പൂ മുളയ്ക്കും കുളിർമുഖക്കുരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ നിന്നക്കെ തൂവലിൻ മഞ്ചം നിവർത്തി വീണ്ടുവൻ നെഞ്ചം തെയ്യാറെ തെയ്യാറെ താരേ കദളി കദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പൂവേണോ പൂക്കാര കദളി കദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പൂവേണോ പൂക്കാര വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ജുവൽ കുട്ടി എന്തോ ക്ഷീണിച്ചോ പാടിയിട്ട്? ഇല്ല ഇല്ലല്ലോ. ഇനിയൊരു 10 പാട്ട് പാടാനുള്ള എനർജി ഉണ്ടല്ലേ? പുട്ടുപോലെ അതും അല്ലേ? അതെ. ഈസിലി ഈ പാട്ട് ഗംഭീരായി പാടി ജുവൽ കുട്ടി. താങ്ക് യു ചേച്ചി. കാര്യമായിട്ട് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നല്ല നല്ല രസമുണ്ടായിരുന്നു. ജുവലിന് നല്ല സെലക്ഷൻ. ജുവലിന്റെ ശബ്ദത്തിന് പറ്റിയൊരു പാട്ട്. ആ ഒരു ചില വാക്കുകളൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു ഭംഗി അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ജുവലിന് പാടാൻ പറ്റി. അപ്പൊ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ആ അനുപല്ലവി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു പല്ലവി പാടിയില്ലേ, പൂവേണോ, അത് നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ. ആ സംഗതി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ക്ലാരിറ്റി ക്രിസ്പായി പാടാൻ പറ്റി. മിടുക്കിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കീപ് പ്രാക്ടീസിങ്. ഇതുപോലെ തന്നെ പാടി പോവാ. അച്ഛൻ വന്നതിന്റെ സന്തോഷമാണോ? അതുണ്ട്. അതാണ് ഇത്ര മിടുക്കിയായി പാടിയത്. അപ്പൊ അച്ഛൻ എപ്പോഴും ഉണ്ടാവണം കേട്ടോ സ്റ്റുഡിയോയില് പാട്ട് പാടുമ്പോഴൊക്കെ. അച്ഛൻ എന്തായാലും സ്പോൺസറോട് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പ് സിംഗർ 6 കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് അങ്ങോട്ടേക്കുള്ളൂ. ഇനി എപ്പോഴും അപ്പൊ ഇനി ജുവൽ കുട്ടിയുടെ നല്ല കിടിലൻ പാട്ട് അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റും. എന്നോട് പറഞ്ഞു, നീ ഇനി വന്നില്ലെങ്കിൽ ഞാന് ടോപ്പ് സിംഗർ 6ലേക്ക് വരുമോ പൊക്കാനായിട്ട്. അപ്പൊ എന്നാലും മിടുക്കി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യമായിട്ട് ഒന്നും പറയാനില്ല കേട്ടോ ജുവൽ കുട്ടി. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ജുവൽ ദ മേരി ദ റിജി എപ്പോഴും ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുള്ളത്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചാ സ്റ്റാച്ചു ആണത്. അതങ്ങനെ അറിയാതെ വരുന്നതെന്ന് എനിക്ക് പറഞ്ഞ എന്നോട് ജുവൽക്കുട്ടി അപ്പൊ പാട്ടിൽ ഇങ്ങനെയായിരുന്നു. അത് ജുവൽക്കുട്ടി പ്രാക്ടീസ് ചെയ്യുമ്പോ ശ്രദ്ധിച്ചിരുന്നു. സാറത് വേറെ ഒരു എപ്പിസോഡില് അതാണ് എന്നോട് പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്നത് ഞാൻ നന്ദലാലയോ വേറെ ഒരു എപ്പിസോഡില് എന്നോട് ഈ സെയിം സാധനം പറഞ്ഞ് ടിവിയിൽ അത് എടുത്ത് കാണിച്ച് ഞാൻ അങ്ങനെ നിക്കുന്നത് സാർ അങ്ങനെ പറയുന്നത്. രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഒന്നുകൂടെ കാണിച്ചേക്കണേ. പക്ഷെ ഇന്ന് അസലായിട്ട് പാടിയേട്ടെ. അതെ, ഇത് കുറെ കുണുക്ക് സംഗതികളുണ്ട്. ഇപ്പൊ പൂവേണോ ഇല്ലേ, പൂവേണോ എത്ര വേരിയേഷൻസ് ഉണ്ട് ഇതിനകത്ത്? 3 ഉണ്ട്. ആ 3 കേൾക്കണം. അപ്പൊ കദളി കദളി ചെങ്കദളി പൂവേണോ, അത് ഫസ്റ്റ്. കദളി കദളി ചെങ്കദളി പൂവേണോ, ഓക്കെ. കദളി കദളി ചെങ്കദളി പൂവേണോ. കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ മിടിക്കായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് കുറച്ചും കൂടെ ക്ലാരിറ്റി വരികയാണെങ്കിൽ നല്ലതല്ലേ എന്നുള്ളൊരു തോന്നലുമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ചില വാക്കുകൾ പ്രൊണൗൺസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൂമതമുള്ളൊരു അത് അങ്ങനെ വേണമെന്ന് വെച്ചുള്ള പരിപാടിയല്ലേ?
എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം തോന്നി. ഉണർത്തും വന്നൊരു നാണം, അത് എനിക്ക് മനസ്സിലായില്ല ലിറിക്സ്. ഞാൻ ഇതിനകത്ത് നോക്കിയാണ് കണ്ടുപിടിച്ചത് ഉണർത്തും വന്നൊരു നാണം എന്നുള്ളത്. ഉറങ്ങും നിത്യമിൻമോഹം ഉണർത്തും വന്നൊരു നാണം ഉണർത്തും ഉണർത്തും വന്നൊരു നാണം. അതുപോലെ നിവർത്തി, നിനക്കേ തവലിൻ മഞ്ചം നിവർത്തി വീണ്ടും നെഞ്ചം. അപ്പൊ ശ്രദ്ധിച്ചാ മതി. അപ്പൊ നിവർത്തി, ഉണർത്തി, പ്രവൃത്തി, ഇതൊക്കെ ഇത് നിവൃത്തി എന്ന് വെച്ചാൽ അർത്ഥം മാറി. സോറി, നിവൃത്തി എന്ന് പറഞ്ഞാലേ അർത്ഥം മാറി. ജുവൽ കുട്ടി, എന്തോ എന്താ നിങ്ങൾ വാക്കുകൾ കിട്ടുന്നില്ല, വെള്ളം വേണോ ചേട്ടാ? വാക്കുകൾ കിട്ടുന്നില്ല, അത്രയ്ക്ക് നന്നായി പാടി. ഓക്കെ, വളരെ നന്നായിരുന്നു. അസലായിട്ട് പാടി. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു കംബാക്ക്. എനിക്കൊന്നും, ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അക്ഷരങ്ങളുടെ ക്ലാരിറ്റി, ആ ഡിക്ഷൻ, അത് മാത്രമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ MJ അങ്കിള്. ബാക്കി സംഗതികളൊക്കെ കറക്റ്റ് ആയിട്ട് വന്നല്ലോ, നന്നായിട്ട് പാടി. അപ്പൊ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പൊ നന്നായി വരുന്നുണ്ട്. നല്ല ജുവലിന്റെ ഒരു ഒബ്സർവേഷൻ സ്കില്ല്, അതെ, അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ ഒബ്സർവേഷൻ പഠിക്കാൻ പിടിക്കുകയാണല്ലോ അല്ലേ? അതുകൊണ്ടൊക്കെ തന്നെ അത് ആ ഒരു ക്വാളിറ്റിയാണ് ഇതിലും കാണുന്നത്. Okay. അപ്പോ ജുവൽ, ദ മേരി, ദ റജി going to be awarded 99 on 100 today. ജുവലാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ഡേ. ജുവലിന് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ആര്യക്കുട്ടി അവിടെ പോയി. അതെ, വെൽക്കം ആര്യ ചേച്ചി on stage. അതെ, അപ്പോ ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ സ്വന്തം പാരയല്ല ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ് മാര. ജുവൽ കുട്ടിക്ക് വെള്ളി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ആ ഫ്രണ്ടിൽ 2 പല്ല് നന്നായിട്ട് തേക്കണേ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജുവൽ കുട്ട. താങ്ക് യു, ബൈ.